നമ്മുടെ ഗുരുനാഥന്മാരാകുന്ന വിളക്കുമരങ്ങളിൽ നിന്ന് വെളിച്ചം ശേഖരിച്ച് ആ വെളിച്ചം അവനവന്റെ മനോവെളിച്ചത്തിൽ ചാലിച്ചു ചേർത്ത് വർത്തമാന കാലഘട്ടത്തിലെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തി ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനാണ് മനുഷ്യൻ. ഈ ഭക്ഷണത്തിനും ഈ വസ്ത്രത്തിനും ഈ പാർപ്പിടത്തിനും ഈ കിടക്കക്കും വേണ്ടിയാണോ മനുഷ്യൻ മനുഷ്യനായി ജീവിച്ചത്, ജനിച്ചത്? ആണോ? അല്ല. ഇതിനപ്പുറത്തെന്തോ ഇല്ലേ? ആ അപ്പുറത്തുള്ള ആർദ്രതയെ അന്വേഷിക്കാൻ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോരുകയാണ്. ഓർമ്മകളിലേക്ക് കൈവള ചാർത്തി, ഓർമ്മകളേ കൈവള ചാർത്തി വരൂ വിമൂകമി വേദിയിൽ. നേരത്തെ മാഷന്മാർ പ്രസംഗിക്കുമ്പോൾ എനിക്കതാ ഓർമ്മ വന്ന്. ഈ വേദിയിൽ കൈവളകൾ ചാർത്തി ഓർമ്മകൾ കടന്നു വരികയായിരുന്നു. അവരുമായിട്ടുള്ള ബന്ധം, നമ്മൾ കടന്നു വന്ന വഴികളും നമുക്ക് എങ്ങോട്ട് പോകണമെന്ന ചിന്തയുമാണ് മനുഷ്യനെ മനുഷ്യനാക്കിയത്. കാടാച്ചിറ കടമ്പൂർ പഞ്ചായത്തിലെ പ്രസിഡന്റ് ഇവിടെയുണ്ട്. കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്ത ഒരു പശുവിനും അറിയില്ല ഇത് കടമ്പൂർ പഞ്ചായത്താണ്. ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണിതെന്ന് ഒരു പശുവിനും അറിയില്ല. കാലബോധവും ദേശബോധവും ഇല്ലാത്തവരാണ് പക്ഷിമൃഗാദികൾ. നമുക്കറിയാം നമ്മൾ എവിടെ നിന്നോ വന്നു ഞാൻ എന്ന് മാത്രം അറിഞ്ഞാ പോരാ. എവിടേക്കോ പോണു ഞാൻ, എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ. അതറിയണമെങ്കിൽ എന്ത് വേണം? വിളക്കുമരമേ വിളക്കുമരമേ. ഇവിടെ നിന്ന് വേദിയിലിരുന്ന് ഫോട്ടോ എടുത്തില്ലേ? ആ വിളക്കുമരങ്ങളോട് വെളിച്ചമുണ്ടോ എന്ന് ചോദിക്കാനായി ഇന്ന് വന്നേ. നമ്മുടെ ഗുരുനാഥന്മാരാകുന്ന വിളക്കുമരങ്ങളിൽ നിന്ന് വെളിച്ചം ശേഖരിച്ച് ആ വെളിച്ചം അവനവന്റെ മനോവെളിച്ചത്തിൽ ചാലിച്ചു ചേർത്ത് വർത്തമാന കാലഘട്ടത്തിലെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തി ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനാണ് മനുഷ്യൻ.